ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫെബ്രുവരി 18, 2026. വളരെ കാലത്തിന് ശേഷം മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടാണ്. വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇത് പ്രകാരം, അതായത് മോർഗൻ സ്റ്റാൻലിയുടെ ഇന്ന് റിലീസായിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നിഫ്റ്റിക്ക് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. ഡിസംബർ ഓടുകൂടി, അതായത് ഈ വർഷം അവസാനിക്കുമ്പോൾ 2026 അവസാനിക്കുന്ന സമയത്ത് നിഫ്റ്റി 30,000 ടച്ച് ചെയ്യും എന്നാണ് മോർഗൻ സ്റ്റാൻലി ഈ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നിലവിൽ നിന്നും ഏകദേശം ഒരു 16-18% അപ്സൈഡാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എന്തുകൊണ്ട് ഇവർ 30,000-ലേക്ക് നിഫ്റ്റി എത്തും ഈ വർഷം അവസാനത്തോടു കൂടി എന്ന് പറയുന്നത്, ഒന്ന്, Q3 ഏർണിങ്സ് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ Q3 ഏർണിംഗ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാം ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. സോ Q3 ഏർണിങ്സ് വളരെ സ്ട്രോങ് ആണ്. ഗുഡ് ഏർണിംഗ് ഗ്രോത്ത് ഉണ്ട്, അതായത് സെയിൽസിൽ നല്ല രീതിയിലുള്ള വർധനവുണ്ട്, മാർജിൻ എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോഡ് ബേസ്ഡ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. Q2 അപേക്ഷിച്ചിട്ട് Q3 നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മാർജിനിലും സെയിൽസിലും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, മോർഗൻ സ്റ്റാൻലി പറയുന്നത്. സാധാരണ മോർഗൻ സ്റ്റാൻലി ഇങ്ങനെയുള്ള ജനറൽ റിപ്പോർട്ടുകൾ വളരെ അപൂർവമായിട്ട് റിലീസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഈ ഒരു ഏർണിംഗ് ഇമ്പ്രൂവ്മെൻറ്റും മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റും ഗ്രോത്തും ഒക്കെ തന്നെ കമ്പനികളിൽ ദൃശ്യമാകും എന്നാണ് മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കിക്കഴിഞ്ഞാലും സ്റ്റേബിളാണ്, അതായത് സെയിൽസ് എത്രയാണോ അത് സ്റ്റേബിളായി നിൽക്കുന്നു, ഏർണിംഗ് ഗ്രോത്ത് കൂടിക്കൂടി വരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്കിലുള്ള റിട്ടേൺ ഈ പറയുന്ന മാർജിൻ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാ കമ്പനികളിലുമല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ. അപ്പോൾ ഈ ഒരു ബ്രോഡ് ബേസ്ഡ് റാലി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് പുറമെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ അടുത്തതായിട്ടുള്ള കറക്ഷനോടുകൂടി പല സ്റ്റോക്കുകളും, എല്ലാ സ്റ്റോക്കുകളും അല്ല, നിഫ്റ്റിയിലുള്ള ചില സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ വാല്യൂ ബൈയിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മോർഗൻ സ്റ്റാൻലി അവകാശപ്പെടുന്നത്. സോ ഏതായാലും മോർഗൻ സ്റ്റാൻലിയുടെ കണക്ക് പ്രകാരം 2026 ഡിസംബറോട് കൂടി നിഫ്റ്റി 30,000 ടച്ച് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ പല ഘടകങ്ങളുമുണ്ട്. നമ്മുടെ Q4 ഏർണിങ്സ് വരാനുണ്ട്. അതിന് പുറമെ ഈ AI ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ, അപ്ഡേറ്റ്സുകൾ വരാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം,